നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും സംസ്ഥാന വ്യാപകമായി അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ആവശ്യം. പകലും രാത്രിയും ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് സർക്കാർ. അഴിമതി ലക്ഷ്യമിട്ട് സർക്കാരും വൈദ്യുതി വകുപ്പും നടപ്പിലാക്കിയ തലതിരിഞ്ഞ നയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ആരോപണം. ചേർപ്പ് കോടന്നൂരിൽ നിന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഗുണ്ടാ നേതാവ് 27-കാരനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നു. വെങ്ങിണിശ്ശേരി ശിവപുരം കോളനിയിൽ മനുവാണ് കൊല്ലപ്പെട്ടത്. മൃഗീയ ആക്രമണം നടത്തിയത് റൗഡി മണികണ്ഠന്റെ നേതൃത്വത്തിൽ. തല്ലിക്കൊന്ന ശേഷം മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ശിവപുരം കോളനിയിലെ ഒരു കുടുംബ വഴക്കിൽ മനു ഇടപെട്ടത് കൊലപാതക കാരണമെന്ന് പോലീസ്. മനു അടക്കം 3 പ്രതികൾ അറസ്റ്റിൽ. തൃശൂർ കോർപ്പറേഷൻ പ്രഥമ മേയറും വിരുപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാനുമായ ജോസ് കാട്ടൂക്കാരന് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. തൃശൂർ DCCയിലും കോർപ്പറേഷൻ ഓഫീസിലും പൊതുദർശനം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അരനാട്ടുകരയിലെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ ജനകീയ മുഖമായിരുന്നു കാട്ടൂക്കാരൻ എന്ന് സതീശൻ. കോടികളുടെ വികസന മുന്നേറ്റ ചരിത്രം പ്രസംഗിക്കുന്ന വടക്കാഞ്ചേരി നഗരസഭ ഭരണകർത്താക്കൾക്ക് നാണക്കേടിന്റെ കൊടുമുടി സമ്മാനിച്ച് വടക്കാഞ്ചേരി പട്ടണത്തിലെ ജനകീയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ചുട്ടുപൊള്ളുന്ന വേനലിൽ വടക്കാഞ്ചേരിയിലെത്തുന്ന ബസ് യാത്രികർക്ക് ഏക ആശ്രയം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തീർത്ത ഫ്ലക്സ് ബോർഡ് മേൽക്കൂരയോടുകൂടിയ ബസ് സ്റ്റോപ്പ്. നഗരസഭ അധികൃതരുടെ അനാസ്ഥയെ ചോദ്യം ചെയ്ത് ബസ് സ്റ്റോപ്പിന് ജനകീയ ബസ് സ്റ്റോപ്പ് എന്ന് പേര്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നഗരസഭാ നിലപാട് തിരുത്തണമെന്ന് ആവശ്യം. കൊടും ചൂടിൽ നാടും നഗരവും ഉഷ്ണതരംഗത്തിന്റെ വറച്ചട്ടിയിൽ. ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നതോടെ കുടിവെള്ളക്ഷാമത്തിന്റെ രൂക്ഷതയിലേക്ക് നാട്. തെക്കുംകര കരുമത്രയിൽ നിന്ന് കുളിരുപകരുന്ന വേറിട്ട കാഴ്ചയും വാർത്തയും. കാപ്പി റോഡിൽ തരിയൻ മൂച്ചിക്കൽ മുഹമ്മദിന്റെ വീട്ടുവളപ്പിൽ കുഴൽ കിണർ നിറഞ്ഞൊഴുകുന്നു. 23 വർഷം പഴക്കമുള്ള കിണർ 400 അടി താഴ്ചയിലുള്ളത്. ഞായറാഴ്ച വരെ ആഴ്ചയിൽ ഒരു തവണ മാത്രം വെള്ളം ലഭിച്ചിരുന്ന കിണറാണ് തിങ്കളാഴ്ച അത്ഭുത കിണറായത്. മുണ്ടത്തിക്കോടിന്റെ സമസ്ത മേഖലയിലും നിറസാന്നിധ്യമായിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹൻദാസിന്റെ സ്മരണകൾക്ക് മുന്നിൽ സ്നേഹാർച്ചനയുമായി നാട്. അനുസ്മരണ പൂക്കളർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. അത്താണിയിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ അനുസ്മരണ സമ്മേളനം TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും അനുസ്മരണം. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടകൻ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം. വിവാദങ്ങൾക്കും പ്രക്ഷോഭത്തിനും ടെസ്റ്റുകൾ സ്തംഭിക്കുന്ന അവസ്ഥയ്ക്കും ഒരു പരിഹാരവുമില്ല. CITU പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും സമര നേതൃത്വം ഏറ്റെടുത്ത് INDUCയും സ്വതന്ത്ര സംഘടനകളും. ടെസ്റ്റ് തിങ്കളാഴ്ചയും മുടങ്ങി. പ്രതിസന്ധിയിലായി ഉദ്യോഗസ്ഥർ. തൃശൂർ അതിരൂപത 137ാമത് ദിനാഘോഷത്തിന് ഇത്തവണ കൊട്ടേക്കാട് വേദിയാകും. സെന്റ് മേരീസ് അസംഷൻ ഫൊറോന ദേവാലയത്തിൽ അതിവിപുലമായ ക്രമീകരണങ്ങൾ. ഫൊറോനയുടെ കീഴിലുള്ള 10 ദേവാലയങ്ങൾ നേതൃത്വം നൽകും. സ്വാഗത സംഘം ഓഫീസ് തുറന്നു. അതിരൂപതാ വികാരി ജനറൽ മോൺസിനോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു.
ആധുനിക നഴ്സിംഗിന്റെ ഉപജ്ഞാതാവ് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ 204ാമത് ജന്മദിനം മെയ് 12-ന്. ലോകമെമ്പാടും നഴ്സസ് ദിനമായി ആഘോഷം. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മെയ് 6 മുതൽ. നഴ്സുമാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ സന്തോഷ വാർത്ത. നഴ്സിംഗ് പഠനം കഴിഞ്ഞവർക്ക് നിർബന്ധിത പരിശീലനം വേണ്ടെന്ന് സുപ്രീം കോടതി. 1 വർഷക്കാല നിർബന്ധ പരിശീലനം ഒഴിവാക്കിയ സംസ്ഥാന സർക്കാർ തീരുമാനം കോടതി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കൊടും ചൂടിന് ശമനമാകുന്നു. പൊള്ളിക്കുന്ന വേനൽ ചൂടിന് അറുതിയാകും വിധം സംസ്ഥാനമൊട്ടുക്ക് വേനൽ മഴ. 10 ജില്ലകളിൽ മഴ ലഭിച്ചേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പട്ടികയിൽ തൃശൂർ ജില്ലയില്ല. ഒരിടത്തും ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടില്ല. പാലക്കാട് കനത്ത ചൂട് തുടരും. ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതേപടി നിലനിൽക്കും. തൃശൂർ ജില്ലയിൽ നടന്ന നീറ്റ് പരീക്ഷ രക്ഷിതാക്കൾക്ക് വല്ലാത്ത നീറ്റലായി. എല്ലാ കേന്ദ്രങ്ങളിലും സുഗമമായി പരീക്ഷാ നടപടികൾ പൂർത്തിയായതായി അധികൃതർ പ്രഖ്യാപിക്കുമ്പോഴും പൊള്ളുന്ന ചൂടിൽ കുട്ടികളോടൊപ്പം എത്തിയ രക്ഷിതാക്കൾക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ദുരിതം. രക്ഷിതാക്കൾക്ക് ഒരു സൗകര്യവും ഒരുക്കാതെ സ്കൂളുകൾ. ജനകീയ പ്രതിഷേധം അധികൃതർക്കെതിരെ.